ഇന്ന് റോസിൻ്റെ ചുറ്റുപാത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചോറെടുത്തു. ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കാത്തോരനാണ്. കാത്തോരൻ്റെ കൂട്ടത്തിൽ ഇത് ചിക്കൻ ബോൾസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റോസുവിൻ്റെ ഉച്ചക്കത്തെ ഊണ്. ഒരു കട്ടിംഗ് ബോർഡിലോട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്കിങ്ങനെ കത്തി കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് ഇതായിട്ട് കിട്ടും കേട്ടോ. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചെറുതായി കൊത്തിയരിഞ്ഞ സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി, ഒരു ചെറിയ കപ്പ് കടലമാവ്, ഇത്രയും സാധനം ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂൺ ഉപയോഗിക്കരുത്. കൈകൊണ്ട് മിക്സ് ചെയ്താലേ എല്ലായിടത്തും ആകത്തുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലോട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ബോളാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് വറുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും എല്ലാം. അതിനുശേഷം നമുക്ക് ഒരു ചൂടുകട്ടിയുള്ള പാത്രം അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ശരിക്കും ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പക്ഷേ എണ്ണ ലാഭിക്കാനായിട്ടില്ല, നമുക്ക് ഈ എണ്ണ വെറുതെ വേസ്റ്റായി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ എടുക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇട്ടതിന് ശേഷം കോരി മാറ്റാം.